പ്രിയമുള്ളവരെ, 39ാമത് ഷാർജ പുസ്തകമേളയിലേക്ക് എത്തിച്ചേർന്ന ബിജുവിൻ്റെ ഈ രണ്ടാമത്തെ പുസ്തകം കഥാസമാഹാരമാണ്. ഈ തുപ്പൽക്കുന്ന പുസ്തകത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ വിശിഷ്ടാതിഥികളെ എത്തിയ എല്ലാവർക്കും നമസ്കാരം. ബിജു ജോസഫ് ഈ തുപ്പൽക്കുന്നിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് പേര് പോലെ തന്നെ വളരെ വൈവിധ്യമാർന്ന, എന്നാൽ ഒരുപാട് വായനക്കാരെ മറ്റു തരത്തിൽ എത്തിക്കാതെ നേർരേഖയിലൂടെ സഞ്ചരിക്കാവുന്ന 19 കഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. എന്താണ് ഇതൊരു ഹാസ്യമാണോ എന്ന് ആ പേരിലൂടെ നമുക്ക് തോന്നിപ്പോകാമെങ്കിലും ഹാസ്യമല്ല. തുപ്പൽക്കുന്ന് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തെ വളരെ വ്യക്തമായി ബോധിപ്പിക്കുന്ന 19 കഥകളാണ് ഈ പുസ്തകത്തിലുടനീളമുള്ളത്. പുസ്തകം ചെറുതെന്ന് തോന്നാമെങ്കിലും, അല്ലെങ്കിൽ കഥകൾ ചെറുതെന്ന് തോന്നാമെങ്കിലും, ആഴത്തിലേക്ക് ഓരോ മനുഷ്യ ഹൃദയത്തിലേക്കും വ്യക്തമായി ഇറങ്ങി ചെല്ലാവുന്ന അന്തസത്ത ഇത് ഈ പുസ്തകത്തിലുണ്ട്. അത് തുപ്പൽക്കുന്നിനെ കുറിച്ച് തന്നെ പറയാം. അത് ഒരു കഥയാണ്. ഇന്നത്തെ സമൂഹത്തിൽ പ്രതികരിക്കാൻ വിമുഖതയുള്ള ഒരു ജനതയാണ് എല്ലായിടത്തിലൂടെയും കടന്നു പോകുന്നത്. അതിൽ വിദ്യാസമ്പന്നരുണ്ട്, വിദ്യയില്ലാത്തവരുണ്ട്. പക്ഷേ പൊതുവായി നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു ഇടമാണ് പ്രതികരിക്കുക എന്നുള്ളത്. പലരും രാഷ്ട്രീയമാവാം, ചിലർ മതപരമാവാം. ഇതെല്ലാം കൂട്ടിക്കൊഴിച്ചുകൊണ്ട് പലരെയും നിശബ്ദമാക്കുന്ന ഈ ലോകത്ത് വളരെ വ്യത്യസ്തമായി തൻ്റെ വാക്കുകളെ, തൻ്റെ ഭാഷയെ ഒരുപാട് ഭാവനയൊന്നും ചേർക്കാതെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വസ്തുതയും വ്യത്യസ്തമായ രീതിയിൽ എഴുതി ഏതൊരു സാധാരണക്കാരനും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു രീതിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. തുപ്പൽക്കുന്ന് എന്ന് പറയുമ്പോൾ തന്നെ പല സാഹിത്യ പണ്ഡിതന്മാരും ഒരു പക്ഷേ പരിഹസിക്കാവുന്ന ആ വാക്കിൽ നിന്നും സാഹിത്യം എന്നത് എന്താണ്, സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയാണ് സാഹിത്യം എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിച്ചുകൊണ്ട് അതിലെ ഓരോ വരികളും ഒരു സാധാരണക്കാരന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വായന ലോകം മറന്നുപോയ ഒരു ജനതയെ വായനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്ന വളരെ മനോഹരമായ 19 കഥകൾ. അപ്പോഴും തൊണ്ടയിൽ നിന്നും ഒരു വാക്കുപോലും പുറത്തു വരാതെ ഉള്ളിൽ അമർന്നിരിക്കുന്ന വിഷമതകളും പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ജനതയെയും ഒരു പ്രതികരണത്തിന് വേണ്ടി വഴിയിൽ നമ്മളെല്ലാം വലിച്ചെറിയുന്ന ഒരു തുപ്പൽ കൂനെയാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് വളരെ സത്യസന്ധമായി ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ബിജു എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യം എഴുതിയ മഴനീരുറവ, അതിനുശേഷം എഴുതിയ ചെറുകഥാ സമാഹാരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. കൂടാതെ വളരെ മനോഹരമായ ഈ കോവിഡ് എന്ന ഒരു കാലഘട്ടത്തെ വളരെ മനോഹരമായി ഇവിടെ നമുക്ക് ഒത്തുചേരാൻ ഈ അവസരം ഒരുക്കി തന്ന മോഹൻകുമാർ സാറിനും ഈ ഷാർജ ഭരണാധികാരിക്കും നമ്മൾ എല്ലാവിധ നമ്മുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.